അങ്ങനെ ആർഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി ആർഷയുടെ ഷോ എന്നും തൽക്കാലം ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് CPM തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഗവർണറെ തൊട്ടുകളിച്ച് ആർഷോയ്ക്ക് കിട്ടിയ പണി എട്ടിൻ്റെതായിപ്പോയി എന്നുള്ളത് മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ എന്നുള്ളതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത്. ആർഷോയെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് നിലവിൽ പ്രസിഡൻ്റായിരിക്കുന്ന അനുശ്രീ കെയെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി പാർട്ടി നിയോഗിക്കാൻ തീരുമാനിച്ചു. അതായത് ഈ യുവ താരങ്ങളെ അല്ലെങ്കിൽ യുവപ്രതിഭകളായ സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ളത് CPMൻ്റെ ഒരു വല്ലാത്ത നയമാണ്. ആ നയം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും അനുശ്രീയുടെ കാര്യത്തിലും തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മേയർ ആര്യ രാജേന്ദ്രനെ മേയറായി കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള അഴിമതിയൊക്കെ നടത്തി സർക്കാരിനെ നാണം കെടുത്തി, എന്താ പറയുക, നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ കോടികൾ കൈയിട്ട് വാരിയ ആര്യ രാജേന്ദ്രൻ തുടരെ സർക്കാരിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് PP ദിവ്യ എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഷോ ഇറക്കാനായി നവീൻ ബാബു എന്ന് പറയുന്ന അഴിമതിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്നിരുന്ന അദ്ദേഹത്തെ നാക്കുകൊണ്ട് കൊലപ്പെടുത്തിയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പാർട്ടിക്കെതിരെ ഉയർന്നു എങ്കിലും ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാർട്ടി വലിയ രീതിയിൽ എന്താ പറയുക ശക്തി എടുക്കാറുണ്ട് എന്നുള്ളതാണ്. PP ദിവ്യയെ സംരക്ഷിക്കുന്നതൊക്കെ MV ജയരാജൻ അടക്കമുള്ളവർ സംരക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ആർഷയുടെ കളി ഇനി തൽക്കാലം പാർട്ടിക്കകത്ത് വേണ്ട. ആർഷോയ്ക്ക് മറ്റു വല്ല സ്ഥാനവും കൊടുത്ത് ഒതുക്കാം എന്നുള്ളതല്ല. കാരണം ആർഷോയെപ്പോലെ 36 കേസുകളിലെ പ്രതിയായ ഒരാളെ ഒതുക്കി നിർത്തുന്നത് പാർട്ടിക്കത്ര അനുയോജ്യമായ കാര്യമല്ല. അതുകൊണ്ട് ആർഷയുടെ ഷോയൊക്കെ ഇനിയും വേണം, പാർട്ടിയിൽ ഇനിയും ഇറക്കണം. പക്ഷെ എങ്കിൽ പോലും തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അനുശ്രീയെ SFIയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന പുതിയ ധീര ഉജ്ജ്വല പോരാളിയായി നയിക്കാനുമാണ് പാർട്ടിയുടെ തീരുമാനം. ഈ CPM കണ്ണൂർ ഘടകം തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആർഷോയെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞേക്ക്, എന്നിട്ട് പുതിയ ആളുകളൊക്കെ SFIയുടെ തലപ്പത്തേക്ക് വരട്ടെ. കാരണം SFI ഇപ്പോൾ കോളേജുകളിൽ അക്രമം മാത്രം കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി മാറിയിരിക്കുന്നു. കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ഈ SFIക്കാർ കാണിച്ച അതിക്രൂരം പിശാചുക്കൾ പോലും ഒരു നിമിഷം കാണിക്കാൻ മടിക്കുന്ന തരത്തിലാണ് ആ ഒരു ചെറുപ്പക്കാരനോട് അതിക്രൂരമായ ആ വീഡിയോ ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ഒരു പിശാചുക്കൾ അഴിഞ്ഞാടുന്നത് പോലെയാണ് ആ കുഞ്ഞിനെ നരകവേദന അനുഭവിച്ച് ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ, പഠിക്കാനായി വന്ന ഒരു ചെറുപ്പക്കാരനെ 4 ദിവസമായി അവൻ്റെ പോസ്റ്റ്മോർട്ടം നടന്നപ്പോൾ കണ്ടതാണ്. 4 ദിവസമായി അവൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. വെള്ളം പോലും കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് SFIയുടെ പുതിയ തത്വശാസ്ത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. എന്തായാലും ആർഷ പറയുന്നു, മാധ്യമങ്ങൾ ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിൽ നിന്നൊക്കെ പൊരുതി മുന്നോട്ട് വരുമെന്നുള്ളത്. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു എന്താ പറയുക, ഒരു ഗുണ്ട പോലെ പെരുമാറുന്ന ഒരു നേതാവിനെയാണ് യുവജന അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്ത് CPM കൊണ്ടിരുത്തിയിരിക്കുന്നതെന്ന് CPMന് തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആർഷോയെ തല്ലി പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, സർക്കാരിൽ നിന്ന് തന്നെ വലിയ രൂക്ഷ വിമർശനം ആർഷോയ്ക്കെതിരെ ഉയർന്നത് നമ്മളൊക്കെ കണ്ടതാണ്. നിങ്ങൾ SFI എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടാപ്പണിയാണോ നടത്തുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നത്. SFI ഭരിക്കുന്ന കോളേജുകളിൽ മക്കളെ വിടാൻ പോലും അച്ഛനമ്മമാർ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഒരു കോളേജ് അഡ്മിഷൻ കിട്ടിയാൽ ആദ്യം ചോദിക്കുന്നത് അവിടുത്തെ വിദ്യാർത്ഥി സംഘടന SFI ആണോ, എങ്കിൽ ആ കോളേജിൽ പഠിക്കേണ്ട, എല്ലാം വിറ്റ് പറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് വിട്ടോ. അതിൽ SFIയെ പേടിച്ചാണ് പല രക്ഷിതാക്കളും മക്കളെ വിദേശ രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് SFIയെ ഭയന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ അനുശ്രീയൊക്കെ ഇതിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ ഇനി എന്താകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ആർഷോയെപ്പോലുള്ളവർ വളർത്തി ഇല്ലാതാക്കി നശിപ്പിച്ച ഒരു യുവജന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ എങ്ങനെയാണ് അനുശ്രീയെപ്പോലെ ഈ നാവ് കൊണ്ട് അടിച്ചു നിൽക്കാൻ, പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തെ യുവജന സംഘടനകളിലെ സ്ത്രീകൾക്ക് വലിയ കഴിവുണ്ട്, വലിയ മാസുണ്ട് എന്നുള്ളതാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിറപ്പിച്ചു എന്നൊക്കെയാണ് ആർഷോ
പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുള്ളത്. മാത്രമല്ല, പുതിയ ഗവർണർ UGC അംഗീകാരമുള്ള കോളേജുകളിലൊക്കെ VC-മാരെ നിയമിക്കുന്നത് പുതിയ ഗവർണറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഗവർണർക്ക് ഇനി ഒരു തീരുമാനവും എടുക്കാൻ ഗവർണറെ ഞങ്ങൾ സമ്മതിക്കില്ല, ഗവർണറെ ഇരിക്കുന്നിടത്തും നനങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സർവകലാശാലയുടെ മുന്നിലേക്ക് കുടില് കെട്ടി നടത്താൻ ആർഷ എത്തിയപ്പോൾ ഗവർണർ പോലീസിനോട് പറഞ്ഞു, കുറച്ച് സമയം തരാം, അതിനിടയ്ക്ക് സമരക്കാരെ എല്ലാം അവിടെ നിന്ന് മാറ്റിക്കൊള്ളണമെന്നുള്ളത്. പോലീസിന് ആർഷയേക്കാൾ വലുത് ഗവർണർ ആയതുകൊണ്ട് പോലീസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു. ആർഷയെ അടക്കമുള്ളവരെ തല്ലി ഓടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഗവർണറെ തൊടാൻ അല്ലെങ്കിൽ ഗവർണർക്കെതിരെ വീണ്ടും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ആർഷോ ഷോ ഇറക്കാൻ തുടങ്ങുമെന്ന് സർക്കാരിന് മനസ്സിലായി. പ്രത്യേകിച്ച് സർക്കാരും ഗവർണറും തമ്മിൽ നല്ല നിലയിലുള്ള ഒരു പോക്കാണ് നമ്മൾ കണ്ടത്. ആർലേക്കർ വന്നതിന് ശേഷം സർക്കാർ ഗവർണർ തമ്മിലുള്ള പോരല്ല നമ്മൾ കാണുന്നത്, ഒത്തൊരുമിച്ചുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ കാണുന്നത്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഗവർണർ പോകുന്നു. എന്നോട് നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളോടും ഞാൻ കാണിച്ചിരിക്കും. ജനാധിപത്യ രീതിയിലുള്ള സംവിധാനത്തിലുള്ള ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സഹായങ്ങളും, എല്ലാ നടപടികളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കൃത്യമായി ഗവർണർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആ ഗവർണറെ ഒന്ന് തൊടാൻ ശ്രമിച്ചു, അത് സഹാക്കന്മാർക്ക് പിടിച്ചില്ല. കാരണം ഗവർണറോട് ഇപ്പോൾ അത്ര സ്നേഹമാണ്. P. രാജീവ് അടക്കമുള്ളവർ ഗവർണറെ ചെന്ന് കാണുന്നു, കുടുംബസമേതമാണ് കാണുന്നത്, മുഖ്യനും ഭാര്യയും പോയി കാണുന്നു. അങ്ങനെ സഹാക്കൾ മുഴുവൻ ഇപ്പോൾ രാജ്ഭവനിലേക്ക് ഒരു ടൂറ് പോലെ യാത്ര നടത്തുകയാണ്. ഗവർണറെ കണ്ട് നമ്മളൊന്നാണ് എന്നിങ്ങനെ അവർ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഗവർണർ എന്തെങ്കിലും തിരിഞ്ഞാൽ, ഇടഞ്ഞു നിന്നാൽ, ഇടഞ്ഞ കൊമ്പനെ മയക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് CPM-ന് മനസ്സിലായി. ആർലേക്കറേക്കാൾ വലിയ വിഷമാണ്, അല്ലെങ്കിൽ പോയത് മൂർഖനാണെങ്കിൽ വന്നത് രാജബമ്പാല എന്നുള്ള അവസ്ഥയാണ് സഹാക്കൾക്ക്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവർണറെ കൂട്ടുപിടിച്ച് നിർത്തിയാലേ കഴിയൂ. ആ ഗവർണറെ തൊട്ട ആർഷയുടെ കാര്യത്തിൽ വലിയ തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുകയാണ്. തൽക്കാലം ആർഷോ പുറത്ത് നിൽക്കട്ടെ, ഷോയൊക്കെ നമുക്ക് പിന്നെ ഇറക്കാം എന്നുള്ളതാണ്. എന്തായാലും ഗവർണറെ തൊട്ട ആർഷോയ്ക്ക് 8ൻ്റെ അല്ല 18ൻ്റെ അല്ല 28ൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.